ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. നമുക്ക് ഇന്ന് അഗാരോ റീഗൽ പ്ലസ് എയർ ഫ്രയറിൽ വെച്ച് ഒരു ഫുൾ ചിക്കൻ ഷവായി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1.25 കിലോ ഉള്ള ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അകത്തെ വേസ്റ്റും ഒക്കെ മാറ്റി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുള്ളതാണ്. ചിക്കൻ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങാനീര് പുരട്ടി കൊടുക്കാം. നാരങ്ങാനീര് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഇനിയും കുറച്ച് കാശ്മീരി ചില്ലി കൂടി അതിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനിയും ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഞാനിവിടെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ കസൂരി മേത്തിയാണ്. അത് കയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനിയും 1 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയാണത്. ഇനി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെങ്കിൽ തന്തൂരി മസാലയ്ക്കകത്ത് ഉപ്പുണ്ട്. അത് തന്നെയല്ല, ഈ ചിക്കന് ഉപ്പും വിനാഗിരിക്കകത്തും മുക്കി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ വേറെ ഉപ്പ് ചേർക്കുന്നില്ല. ഇനിയും നമുക്ക് ഈ ഉണ്ടാക്കിയ മസാല ഈ ചിക്കനെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ പാർട്ടിലും നന്നായിട്ടത് പുരട്ടി കൊടുക്കണം. ഇനി നമുക്കിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 4 മണിക്കൂറായി. ഞാനതെടുത്തു, റോട്ടിസെറിയോടെ കോർത്തു, 2 സൈഡും ഫോർക്ക് വെച്ച് ടൈറ്റ് ചെയ്തു. അതുപോലെ അതിൻ്റെ 2 കാലും ഒരു നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ വിങ്സും ഒന്ന് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ കുറച്ച് ബട്ടർ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും നന്നായിട്ട് അതൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ അഗാരോ റീഗൽ പ്ലസ് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് റോട്ടിസറി റോഡ് എയർ ഫ്രയറിൽ ഫിക്സ് ചെയ്യേണ്ടത്. 2 സൈഡും ഇതുപോലെ ഫിക്സ് ചെയ്യണം. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സെലക്ട് ചെയ്തു, റോട്ടിസറി ഫങ്ഷനും സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓൺ ആക്കുക. ഇപ്പോൾ 200 ഡിഗ്രി 30 മിനിറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത്രയും ഒന്ന് വെച്ച് നോക്കാം. ഇത് 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറാണ്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടോ? ഇതാണ് റോട്ടിസറി റോഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ വശവും നന്നായിട്ട് മൂത്ത് കിട്ടും. ഇപ്പോഴേ ആ എണ്ണയൊക്കെ അതിൽ നിന്ന് നല്ലതായിട്ട് യൂസ് ചെയ്ത് താഴോട്ട് വീണ് കിടക്കുന്നത് കണ്ടോ? നമ്മുടെ ചിക്കൻ ഞാൻ ബ്രോയിലിട്ടൊരു 5 മിനിറ്റ്സ് കൂടെ വെച്ചു, 220 ഡിഗ്രിയിൽ. എങ്കിലേ അതിൻ്റെ പുറം ശരിയായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ റെഡിയായി, നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ അഗാരോ റീഗൽ പ്ലസ് എയർ ഫ്രയറിൽ വെച്ചുണ്ടാക്കിയ ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.